ഒരു ഒരുപാടുണ്ടാവും പറ്റത്തോടെ ഒരു പറ്റത്തോടെ ഇങ്ങനെ ഉണ്ടായിച്ചാൽ അതിനെക്കാട്ടിൽ ഗുണമുണ്ടായി. പിന്നെ പാവക്കൂൺ എന്ന് പറഞ്ഞാൽ എല്ലാ മഴക്കാലത്തും ഇടി പൊട്ടുമ്പോൾ ആട്ട മരുന്നാണ് ഈ കാട്ടിൻ്റെ ഉള്ളിലുള്ള മഷ്റൂം. ഇപ്പോൾ കാണിച്ചു തരാൻ ഞങ്ങൾക്ക് വഴിയില്ല. ഇപ്പോൾ സീസണല്ല, മഴ പെയ്യാൻ തുടങ്ങിയാൽ ഇടി പൊട്ടിയാൽ കൂണുകൾ മുളച്ചു ചെറിയൊരു കൊടയുടെ അത്ര ഉണ്ടാവും ചില സ്ഥലത്തുണ്ടാകുന്നത്. ആ സ്ഥലത്ത് നമുക്ക് വന്നാൽ ഇതായിട്ട് ഇവിടുന്ന് പറിക്കാൻ സാധിക്കും മഴക്കാലത്ത്. അത് ഇവിടുത്തെ എന്തോ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ടാണെന്ന് തോന്നുന്നു. മഴക്കാലം തുടങ്ങിയ മഴയേറെ തീരുന്നിടം വരെ ഈ കൂണുകൾ. നമസ്കാരം, ഞാൻ ദയാനന്ദൻ ഫോട്ടോ മീഡിയ. ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിലാണ്. ഇവിടെ വടശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മളുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും വടശ്ശേരി എന്ന പേരുള്ള സ്ഥലങ്ങളുണ്ട്, അത് എനിക്കറിയാം. പക്ഷേ ഇവിടെയും വടശ്ശേരി എന്നാണ് പറയണത്. ഇത് ഒരു നമ്മളെ കേരള ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. ഇത് എൻ്റെ പിന്നിൽ ഇതാ ഈ ജെണ്ട കെട്ടിയിരിക്കുന്നത്. ഹലോ നമസ്കാരം. ഞാനിവിടെ വന്നപ്പോഴേ അതായത് ഞാൻ ഈ പാലക്കാട്ടേക്ക് വരുമ്പം അതായത് ഞാൻ AIMRC എന്ന് പറയുന്ന ഗവേഷണ കേന്ദ്രത്തിൽ, അതായത് മെഡിക്കൽ റിസർച്ച് സെൻ്ററാണ്. അതിൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞ് ഇവിടെ ഞങ്ങൾ ഈ സ്ഥലത്ത് അത്ഭുതകരമായ ഒരു വനമുണ്ട്. അത്ഭുതകരമായെന്ന് പറഞ്ഞാൽ ഒരു വനത്തിലും കാണാത്ത വിധത്തിൽ ഇവിടെ ഈ ഇടിമിന്നൽ വരുന്ന മഴക്കാലത്ത് അപാരമായിട്ട് കുമിള് പൊടിക്കും. കുമിളെന്ന് പറഞ്ഞാൽ ചാക്ക് കണക്കിന് ഇവിടെ കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം കംപ്ലീറ്റ് കുമിള് കൊണ്ട് കുമിളിൻ്റെ ഒരു കാടായി മാറുന്ന ഒരു അവസ്ഥയാണ്. അതും നമ്മളുടെ പല സ്ഥലങ്ങളിലും കാണാത്ത വിധത്തിലുള്ള അത്ര ഔഷധ ഗുണമുള്ളതും അതിൻ്റെ ആകൃതിയും ഒക്കെ അതിൻ്റെ തണ്ടും അതിൻ്റെ കുടയും ഒക്കെ വിവിധമായിട്ടുള്ള കുമിളുകളാണ്. അത് ഇവിടെ അത്രയും ഇങ്ങനെ കുമിള് പൊടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്നാൽ ആ പ്രദേശം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പക്ഷേ സമയത്തിൻ്റെ ഞങ്ങൾ വന്നപ്പോൾ താമസിച്ചു പോയി. ഇപ്പോൾ സന്ധ്യയായിപ്പോയി. എങ്കിലും ഉള്ള ലൈറ്റിൽ ഞാനിത് കാണിക്കുകയാണ് ഈ പ്രദേശം. ഇവിടെ ഈ പാറയൊക്കെ പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പാറയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് അടുക്ക് പാറയാണ്, പ്രത്യേക രീതിയിലുള്ള അടുക്കാണ്. അതാണ്ട് ഈ അടുക്ക് കണക്കിന് ഇത് ഇങ്ങനെ പൊട്ടിച്ച് എടുക്കാൻ വളരെ സൗകര്യപ്രദമാണ്, ചതുരാകൃതിയിൽ. അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രത്യേക ഭൂപ്രകൃതി ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ബഹുമാന്യ ഗുപ്ത സാറ് സംസാരിക്കും. നമസ്കാരം. ഗുഡ് ഈവനിങ് ആൾ ഓഫ് യു. ഐ ആം പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, പരിസ്ഥിതി പ്രവർത്തകൻ, പരിസ്ഥിതി ഗവേഷകൻ, വൈദ്യശാസ്ത്രജ്ഞൻ. നമസ്കാരം. ഇന്ന് ഫോട്ടോ മീഡിയയോടൊപ്പം ഞാനിന്ന് പാലക്കാട് ജില്ലയിലെ 50 സ്ക്വയർ കിലോമീറ്ററോളം, ഏകദേശം അട്ടപ്പാടിയുടെ 100-1 വലിപ്പമുള്ള കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു വനത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. വനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമ്മർ സീസൺ, ഏപ്രിൽ മാസമായതുകൊണ്ട് കൊടും വരൾച്ച. ഈ വനത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ വനത്തിൽ ഞങ്ങൾ ഗവേഷണം നടത്തുന്ന എഡിബിൾ മഷ്റൂം അഥവാ കുമിൾ, ലോകത്തിലെ തായ്ലൻഡ് കഴിഞ്ഞാൽ പ്രകൃതിദത്ത കൂൺ എല്ലാ മഴക്കാലത്തും ഇടി പൊട്ടുമ്പോൾ ആയിരക്കണക്കിന് ടണ്ണ് കണക്കിന് കൂൺ ഇവിടെ നിന്ന് വനവാസികളും സമീപ പ്രദേശകരും കിലോന് 2000 രൂപ മുതൽ 3000 രൂപ പ്രകൃതിദത്ത കൂൺ കിട്ടി ഞങ്ങളുടെ ഗവേഷണ സ്ഥാപനത്തിൽ എത്തിച്ചു തരികയും ഞങ്ങളുടെ മാറാരോഗം, ജനിതക രോഗം, അപൂർവ രോഗം പിടിച്ച ലോകത്തിലെ രോഗികൾക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട മരുന്നാണ് ഈ കാട്ടിൻ്റെ ഉള്ളിലുള്ള മഷ്റൂം. ഇത് ഒരു കൊട പോലെ ആ മഷ്റൂം ഇപ്പോൾ കാണിച്ചു തരാൻ ഞങ്ങൾക്ക് വഴിയില്ല. ഇപ്പോൾ സീസണല്ല, മഴ പെയ്യാൻ തുടങ്ങിയാൽ ഇടി പൊട്ടിയാൽ കൂണുകൾ മുളച്ച് ബക്കറ്റ് കണക്കിന് മഷ്റൂം, പ്രകൃതിദത്ത മഷ്റൂം, അത് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഇഞ്ചിയും കുരുമുളകും ചേർത്ത് രോഗികൾക്ക് പകുതി വേവിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ 1000 സ്ട്രിപ്പ് മരുന്നുകൾക്ക് തുല്യമാണ് ഒരു 1/2 കിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 200 ഗ്രാം മഷ്റൂം. കാരണം ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മഷ്റൂമിൽ വിറ്റാമിൻ D3, ക്രോമിയം, അയഡിൻ, ഫോളിക് ആസിഡ്, അയൺ തുടങ്ങി പ്രകൃതിയിലെ മിക്ക മൂലകങ്ങളും പല വിറ്റാമിനുകളും ഈ പ്രകൃതിദത്ത കൂണിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ വടശ്ശേരി ഈ കാട്ടിലാണ്. ഇത് ഞങ്ങൾ പഠനം നടത്തിക്കഴിഞ്ഞു. ഒപ്പം കാട്ടിലുള്ള പലതരത്തിലുള്ള അപൂർവ ഹെർബൽ മെഡിസിനുകൾ അഥവാ ഔഷധ സസ്യങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ ഔഷധ സസ്യങ്ങളുടെ പ്രഭവ കേന്ദ്രമാണ് ഈ വടശ്ശേരി കാടുകൾ. പക്ഷേ ലോകത്ത് ആർക്കും മൂല്യമറിയാത്തത് കൊണ്ട്
കൂൺ പലരും വലിച്ചെറിയുന്നു. ഔഷധ സസ്യങ്ങളെപ്പറ്റി ലോകത്ത് ആർക്കും അറിയില്ല. ഇത് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വളരെ അത്ഭുത കലവറയാണ് ഈ വടശ്ശേരി കാടും ഒപ്പം അട്ടപ്പാടി ഫോറസ്റ്റുകളുമെന്ന്. അട്ടപ്പാടിയിൽ 10 ലക്ഷം കോടിയിലേറെ ഔഷധ സസ്യങ്ങളുണ്ട്, മരുന്നുകളുണ്ടെന്നാണ് ഞങ്ങളുടെ ഗവേഷണം. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അവിടെ കനി എൻ്റെ ഗവേഷണ റിപ്പോർട്ടിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ഇവിടുത്തെ കൂണും ഇവിടുത്തെ വനവിഭവങ്ങളും കോടിക്കണക്കിന് വിലമതിച്ചതാണ്. പക്ഷേ സാധാരണക്കാർക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ട് ഇത് ചിലത് നശിച്ചു പോകുന്നു, പലരും ദുരുപയോഗം ചെയ്യുന്നു. പല സാമൂഹ്യ വിരുദ്ധരും ഇവിടെ മദ്യവും ഇവിടെ പല സാമൂഹ്യ വിരുദ്ധ കാഴ്ചപ്പാടുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതെന്നെ വളരെ വേദനിപ്പിക്കേണ്ടത് പരിസ്ഥിതി സ്നേഹി എന്ന നിലയിൽ തീർച്ചയായും ഈ വനം വകുപ്പും കേരള വനം വകുപ്പും ഇവിടുത്തെ പരിസരവാസികളും ഈ കാടിനെ കോടിക്കണക്കിന് വിലമതിക്കുന്ന ഈ അപൂർവ ഔഷധ സസ്യങ്ങളെയും ഈ 3 മാസം കിട്ടുന്ന മഷ്റൂം, എഡിബിൾ മഷ്റൂം, ലോകത്തിൽ 7 തരം മഷ്റൂമുണ്ട്. ഏറ്റവും കൂടുതൽ മഷ്റൂം ഉണ്ടാക്കുന്ന തായ്ലൻഡിലാണ്, ഇന്ത്യയിൽ ഗുജറാത്തിലും. ഈ ഔഷധ സസ്യങ്ങളുടെ കലവറയായ ഈ അപൂർവ മരുന്നുകളെയും ഈ പ്രകൃതിദത്തമായ ഈ കാടിനെയും പാലക്കാട് ജില്ലയെയും സംരക്ഷിക്കണമെന്നാണ് ഇന്ത്യ ഗവൺമെൻറ്റിനോടും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോടും ഇവിടുത്തെ അത്ഭുത സസ്യങ്ങളെപ്പറ്റി പറഞ്ഞാൽ തീരില്ല. ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടിയാണ് ഇതിനുള്ളിൽ. പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കോ ഇവിടുത്തെ പൊതുജനങ്ങൾക്കോ ഇതിൻ്റെ മൂല്യം അറിയാത്തതുകൊണ്ട് ഇനി ഇതിൻ്റെയൊക്കെ അടിയിൽ വല്ല ഖനികളുമുണ്ടോ എന്ന് ഞങ്ങൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിൽ ഗൊട്ടിയാർ കണ്ടി എന്നുള്ള സ്ഥലത്തെ പാലക്കാട് ജില്ലയിൽ അപൂർവമായ ആൻറ്റിക്സിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ 19-ാം നൂറ്റാണ്ടിലെ ശേഖരമുണ്ടെന്ന് ആദിവാസി മൂപ്പന്മാർ പറഞ്ഞ് ഞങ്ങൾ ഗവേഷണം നടത്തി. സത്യമാണത്. അതുപോലെ തന്നെ അവിടെ അപൂർവമായ ലിഥിയം ശേഖരം രാജസ്ഥാൻ കഴിഞ്ഞ അട്ടപ്പാടിയിലുണ്ട്. ഇനി വടശ്ശേരിയിൽ ലിഥിയം ശേഖരമുണ്ടെങ്കിൽ ഇതിന്ന് പട്ടാളം പോലീസും വളയാൻ തുടങ്ങും. അപ്പോൾ അപൂർവ ഖനികളാണ് പാലക്കാട് ജില്ലയിൽ. പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ പൊതുജനങ്ങൾക്കോ അറിവില്ലാത്തതുകൊണ്ട് ഈ കോടാനുകോടി വരുന്ന വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അപ്പം തന്നെ മൈൻ ചെയ്ത് കണ്ടുപിടിച്ച് വിദേശ രാജ്യത്തെ ഏത് സ്രോതസ്സുകളെയും അവർ വികസിത രാജ്യമാക്കി മാറ്റാൻ പ്രയോഗിക്കും. ഇന്ത്യ വികസ്വര രാജ്യമായി കാണാൻ ഈ പ്രകൃതി സമ്പത്തുകൾ ശരിയായ രീതിയിൽ നമ്മുടെ കരിമണൽ കണലം വരെ, എന്തിനധികം പറയുന്നു, കൊല്ലത്തെ കരിമണൽ കണലം, അട്ടപ്പാടിയിലെ ലിഥിയം ശേഖരം, ഇവിടുത്തെ കൂണിൻ്റെ ശേഖരം, മഷ്റൂമിൻ്റെ ഇതിൻ്റെയൊക്കെ വില അറിഞ്ഞാൽ 1 കിലോ മഷ്റൂമിന് ഏകദേശം 3000 റുപ്യ മുതൽ 5000 രൂപ വരെ വിലമതിക്കുന്ന മഷ്റൂമാണ് ഇവിടെ ഇവർ വെറുതെ കൊടുക്കുന്നത്. കാരണം ഇവർക്ക് ഇതിൻ്റെ മൂല്യം അറിയില്ല. അതായത് അത്തരം മരുന്ന് ഈ മഷ്റൂം ഇവിടെ മാത്രമല്ല, പിന്നെ ഇവിടെ മാത്രമാണ് ഇവിടെ ബക്കറ്റ് കണക്കിന് ചാക്ക് കണക്കിനാണ് ഞങ്ങളുടെ. പക്ഷേ ഞങ്ങൾ റിഹാബിലിറ്റേഷൻ, ഞങ്ങളുടെ ഒരു അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനം ചാരിറ്റബിൾ ട്രസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പണമോഹമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ മഷ്റൂമൊക്കെ അപൂർവ രോഗം പിടിച്ചവർക്ക് നൽകി അവരുടെ രോഗം ഭേദമാക്കുക. അതുപോലെ ഔഷധ സസ്യങ്ങൾ നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, ഏകദേശം 4000-ഓളം അപൂർവ സസ്യങ്ങൾ ഈ കാട്ടിലുണ്ട്. ഇതൊക്കെ ഓരോ മരുന്നാണ്. ഒരു ഇലയും എന്തിനധികം പറയുന്നു, കാഞ്ഞിരക്കുരുവും മണ്ണെണ്ണയും കാഞ്ഞിരക്കുരുവും ഈ കടിത്തുവ ചൊറിയണം വരെ ലക്ഷക്കണക്കിന് രൂപ വില പിടിക്കുന്ന മരുന്നാന്ന് കണ്ടുപിടിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ നമ്മൾ കാഞ്ഞിരക്കായയ്ക്കും കാഞ്ഞിരത്തിൻ്റെ ഇലയ്ക്കും ചൊറിയണത്തിനും എന്ത് വിലയാണ്? അതൊക്കെ പ്രകൃതിക്ക് നമ്മുടെ ശരീരത്തിൽ അപകടമുണ്ടാക്കും. സത്യത്തിൽ ഇത് 400-ലേറെ രോഗങ്ങൾക്ക് വില പിടിച്ചതാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ചൊറിയണം എന്ന് പറയുന്ന കടിത്തുവ. ഞങ്ങളതിനെ ഇംഗ്ലീഷിൽ നെറ്റിൽ എന്നാണ് പറയുന്നത്. ഈ നെറ്റിലിട്ട് കഴിച്ചാൽ ഏത് വൃക്കരോഗിയുടെയും ക്രിയാറ്റിനും യൂറിയയും തിരിച്ചു വരും. നെറ്റിൽ ഈ കാട്ടിലുള്ള ചൊറിയണം എന്ന് പറയുന്ന ആ ഇലയ്ക്ക് അത്ര കഴിവുണ്ട്. അതുപോലെ കാഞ്ഞിരക്കുരു, ഇതൊക്കെ ആളുകൾ ചിരിക്കും. കാഞ്ഞിരക്കായ, ഇതൊക്കെ ലോകത്തിലെ മരുന്നുകളാണ്, ഹെർബൽ മരുന്നുകളാണ്. അതുപോലെ അപൂർവമായ വേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ അപൂർവമായ പല നീം, ഞങ്ങൾ ഇൻഡിക എന്നാണ് ഇതിന് ബൊട്ടാണിക്കൽ നെയിം. അതുപോലെ അപൂർവമായ എന്തിനധികം പറയുന്നു, ഇതിൻ്റെ ഉള്ളിൽ ചന്ദനമരമുണ്ടോ എന്ന് വരെ ഞങ്ങൾ സംശയിക്കുന്നു. പക്ഷേ പഠനം നടത്താൻ ഞങ്ങൾ ഗവേഷകർ ഇപ്പോഴാണ് ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് ഈ വടശ്ശേരി, കുണ്ടളശ്ശേരി, കൊട്ടശ്ശേരി പ്രദേശത്തെ സംരക്ഷിക്കണമെന്നും കോടാനുകോടി വിലപിടിക്കുന്ന ഒരു ഔഷധ കേന്ദ്രമാണ് ഇതെന്നും ഇത് ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനോടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോടും ഇത് കാത്ത് സംരക്ഷിക്കണമെന്നും കേരളത്തെ ഒരു വികസിത സ്വിറ്റ്സർലൻഡ് ആക്കാൻ നമ്മുടെ അട്ടപ്പാടിയും ഈ വടശ്ശേരിയും കൊല്ലവും മതി എന്നാണ് ഞങ്ങളുടെ കൊല്ലം അത്ഭുതങ്ങളുടെ കലവറയാണ്. പക്ഷെ ആർക്കും അറിയില്ല കൊല്ലത്തിൻ്റെ ഇപ്പോൾ മൈനിങ് തുടങ്ങി. അതുപോലെ കേരളം അത്ഭുതമായ പ്രകൃതി സമ്പത്തിൻ്റെ നാടാണ്. പക്ഷെ അത് ഉപയോഗിക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥരോ
പ്രഗത്ഭരോ ഇവിടെ പൊതുജനങ്ങൾക്കോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ അറിയില്ല എന്നുള്ളതാണ് കേരളം ഇന്നും ദാരിദ്ര്യത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളെയും ആശ്രയിക്കാൻ കാരണമെന്നാണ് ഗവേഷകർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ കണ്ടുപിടുത്തം. ഇത് കേരളത്തെ ഒരു മലയാളിയായി എനിക്കതിൽ വിഷമമുണ്ട്. എന്തായാലും ഈ വടശ്ശേരി പ്രദേശത്തെ സംരക്ഷിക്കണമെന്നും ഇവിടുത്തെ ജനങ്ങളുടെയും പരിസരവാസികളുടെയും കഷ്ടപ്പാടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ ഔഷധ സസ്യങ്ങളെപ്പറ്റിയും ഈ കാടിനെയും ശരിക്കും സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആവശ്യപ്പെടുന്നു. നമസ്കാരം. താങ്ക് യു. പിന്നെ ഞാൻ ഒരു സംശയം ചോദിച്ചിട്ട്, ഇതിനിടയ്ക്ക് കാഞ്ഞിരക്കുരുവിൻ്റെ കൂട്ടത്തിൽ മണ്ണെണ്ണ മറഞ്ഞ് കാര്യമുണ്ട്. അത് എനിക്ക് മണ്ണെണ്ണയെ പറ്റി കെറോസിൻ നമ്മളെല്ലാവരും മണ്ണെണ്ണ എന്ന് പറഞ്ഞാൽ തിരി കൊളുത്താനാണെന്ന് ഉപയോഗിക്കുക. പക്ഷേ ഗവേഷകർ എന്നുള്ള നിലയിൽ മണ്ണാങ്കട്ടയിലും ഏത് മോശ കാര്യത്തിലും ഒരു ഔഷധ ഗുണമുണ്ട്. നമ്മുടെ മണ്ണെണ്ണ എന്ന് പറയുന്ന കെറോസിനിൽ പല ഔഷധ ഗുണങ്ങളുമുണ്ട്. അത് പല രോഗങ്ങൾക്കും തിരി കത്തിക്കാൻ മാത്രമല്ല പല ഔഷധ ഗുണമുള്ളൊരു സാധനമാണെന്ന് ഗവേഷകർ. പക്ഷേ ഞങ്ങളിത് പറയുമ്പോൾ പലരും ഇതിനെ ഒരു കളിയാക്കൽ, കാരണം മണ്ണെണ്ണ, നായ്ക്കുരണപ്പരിപ്പ്, ചൊറിയണം, അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ കടിത്തൂവ, അതുപോലെ കാട്ടിലുള്ള പല വൃത്തികെട്ട പല നമുക്ക് ഇഷ്ടപ്പെടാത്ത പലതും നമുക്കതിന് വിലയില്ലാതെ തോന്നാം. അതുകൊണ്ട് മണ്ണെണ്ണയ്ക്ക് വളരെയധികം ഈ വൈറസുകളെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള വൃത്തികെട്ട ശരീരത്തിലുള്ള പല ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കാനുള്ള ഔഷധ ഗുണമുണ്ടത്. പക്ഷെ പഠനം നടക്കുന്നേ ഉള്ളൂ. ആധികാരികമായി ലോകത്തോട് പറയണമെങ്കിൽ തെളിവുകൾ കിട്ടി ഞങ്ങളത് തെളിയിക്കപ്പെടണം. ഇപ്പോൾ അപൂർവം തെളിവുകളാണ് ഈ കാഞ്ഞിരക്കായയെ പറ്റിയും മണ്ണെണ്ണയെ പറ്റിയും ചക്കക്കുരുവിനെ പറ്റിയും ചൊറിയണത്തെ പറ്റിയും ഈ നായ്ക്കുരണ പരിപ്പിനെ പറ്റിയും. അത് നിങ്ങൾക്കറിയാം, നായ്ക്കുരണ പരിപ്പ് ഇതൊക്കെ ഈ കാട്ടിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതൊക്കെ മരുന്നാണ്. ഈവൻ കഞ്ചാവ് വരെ പല ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കഞ്ചാവ് കയ്യിൽ വെച്ചാൽ ജയിലിൽ പോകണം. പക്ഷേ കഞ്ചാവ് ഔഷധത്തിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണെന്ന് ഞങ്ങൾക്കറിയാം. കുന്നിക്കുരു ആയുർവേദത്തിൽ പല ആയുർവേദ കമ്പനികളും കുന്നിക്കുരു എന്ന് പറയുന്നത് ആയുർവേദ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ ഗവേഷകർ മനുഷ്യൻ്റെ എല്ല്, ശവകുടീരങ്ങളിലുള്ള മനുഷ്യൻ്റെ എല്ലും മൃഗങ്ങളുടെ എല്ലും പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പൊതുജനങ്ങൾ ഒരു മരുന്ന് കുപ്പിയിൽ മരുന്നെത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലെന്തെന്ന് തിരിച്ചറിയാറില്ല. പക്ഷേ ലബോറട്ടറിയിൽ ഇതിൻ്റെ രാസശാലയിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾക്കറിയാം ഇതിലെന്തൊക്കെ കാട്ടിലെ സാധനങ്ങളാണ് കുത്തിക്കയറ്റുന്നതെന്ന്. പക്ഷേ ഇത് പുറത്തെത്തുമ്പോൾ നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന പോലെയാണ്. അടുക്കള നമ്മൾ നോക്കാറില്ല. അവിടെയുള്ള സംഗതികളാണ് ഈ പറഞ്ഞ മൃഗങ്ങളുടെ എല്ലും. മിക്ക ആയുർവേദ മരുന്നുകളിലും മൃഗങ്ങളുടെ എല്ലും മനുഷ്യൻ്റെ ഭസ്മവും പശുവിൻ്റെ ഭസ്മവും ചാരവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിനോട് മുഴുവൻ പറയാൻ പറ്റില്ല. കാരണം ലോകം ഇതിനെ മനുഷ്യൻ്റെ മലത്തെയും മൂത്രത്തെയൊക്കെ അശ്ലീലമായിട്ട് കാണുമ്പോൾ മൂത്രത്തിൽ നിന്ന് 10ലേറെ മരുന്നുകൾ ലോകത്തുണ്ടാക്കുന്നുണ്ട്. എത്ര പേർക്കറിയാം? പശുവിൻ്റെ മൂത്രത്തിൽ നിന്ന് മരുന്നുണ്ടാക്കുന്നുണ്ട്. എന്ന പോലെ കാട്ടിൽ നിന്ന് അനവധി കാര്യങ്ങൾ ഞങ്ങൾ സംഭരിച്ച് ഞങ്ങളുടെ ഗവേഷണ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ കൂൺ. ലോകത്തിലെ അത്ഭുത മരുന്നാണ്. തേനും വെളുത്തുള്ളിയും പച്ചച്ചീരയും നെല്ലിക്കയും കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു അത്ഭുത മരുന്നാണ്, ഒറ്റമൂലിയാണ്, പനേസിയയാണ് മഷ്റൂം കഴിച്ചാൽ പ്രമേഹം കുറയും. മാനസിക രോഗ ക്രോമിയം ഉണ്ടായതുകൊണ്ട് മസ്തിഷ്ക രോഗത്തിന് നല്ലതാണ്, മസിലുണ്ടാവാൻ നല്ലതാണ്, ബുദ്ധിവൈഭവത്തിന് നല്ലതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ക്യാൻസർ ചികിത്സയ്ക്ക് വരെ മഷ്റൂം. കാരണം വിറ്റാമിൻ D2 എർഗോ കാൽസിഫറൽ എന്ന വിറ്റാമിൻ, ക്രോമിയം എന്ന മൂലകവും പ്രകൃതിയിൽ മഷ്റൂമിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രമേഹ രോഗികൾ ഈ വിഷക്കൂണുകൾ കഴിക്കരുത്. കൂൺ കഴിച്ചാൽ മിക്ക മസ്തിഷ്ക മാനസിക രോഗങ്ങൾക്കും ഇപ്പോൾ പുതിയ റിസർച്ച് പ്രകാരം നസൂർ അഥവാ ക്യാൻസർ രോഗങ്ങൾക്കും 80ലേറെ അവയവങ്ങളെ ഈ മഷ്റൂം ഉത്തമ ഭക്ഷണമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മഷ്റൂം ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും വെളുത്ത ഉള്ളിയും ഇഞ്ചിയും കുരുമുളകും ചേർത്ത് പകുതി വേവിച്ച് കഴിച്ചാൽ ഈ 4001 അപൂർവ രോഗങ്ങൾ ഭാരതത്തിലുണ്ട്. ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ഈ അപൂർവ രോഗങ്ങൾക്കും മാറാ രോഗങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ വടശ്ശേരി കാട്ടിൽ കിട്ടുന്ന മഷ്റൂം അഥവാ കൂൺ, പ്രകൃതിദത്ത കൂൺ. പിന്നെ എഡിബിൾ, ഇത് കൃത്രിമമായി ഉണ്ടാക്കുന്നുണ്ട്. അതിന് പ്രകൃതിയുടെ ഗുണമില്ല, അത് നിങ്ങൾക്കറിയാം. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒന്നൊരു ഗുണവും രാസപദാർത്ഥങ്ങൾ ചേർത്ത് ഞങ്ങളുടെ രാസശാലയിൽ ഉണ്ടാക്കിയ കിട്ടില്ല. അപ്പോൾ കൂണിൻ്റെ ഒരു അത്ഭുത പ്രദേശമാണ് വടശ്ശേരി എന്നും ഈ പ്രദേശത്തെ സംരക്ഷിക്കണമെന്നും എല്ലാവരോടും ഞാൻ എളിമയോടെ വിനയത്തോടെ അപേക്ഷിക്കുന്നു. താങ്ക് യു. പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, മെഡിക്കൽ സയൻറ്റിസ്റ്റ്, ഡയറക്ടർ AIMRC. താങ്ക് യു സാർ. റൈറ്റ്. അപ്പോൾ ഈ പ്രദേശത്ത് താമസക്കാരനായിട്ടുള്ള നമ്മളുടെ ഒരു ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം ഈ AIMRCയിൽ നഴ്സിൻ്റെ
ഹസ്ബൻഡാണ് ഇതാ ഇപ്പോൾ എൻ്റെ കൂടെ ഈ നിൽക്കുന്നത്. ഇദ്ദേഹം ഇവിടെ നിന്ന് കുമിള് ശേഖരിച്ച് ഈ ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടുകൂടിയാണ് ഞാൻ എനിക്കെന്നാ ഇവിടെ കാണണമെന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം, ഇവിടെ നിന്ന് ഈ ഇവിടെ കുമിള് പൊടിക്കുന്ന ഏത് സമയത്താണെന്നൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. ഇവിടെ കിട്ടുന്ന ആ കുമിളുകളെ പേര് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾ പെരുങ്കൂണ് പറയും, പാവക്കൂണ് പറയും, കച്ചിക്കൂണ്, അങ്ങനെ അങ്ങനെ ഓരോ വിധം. അത് ഒന്ന് ഓർമ്മിച്ച് പറഞ്ഞേ. ഓരോ കുമിളിൻ്റെ സാധാരണ ഉണ്ടാകുന്നത് പെരുങ്കൂണ് ഉണ്ടാകുന്നത് സാധാരണ കൂടുതൽ ഒരു വട്ടത്ത് ഒരു 10, 50, 100 എണ്ണം ഉണ്ടാവും. മറ്റേ കൂണുകൾ സാധാരണ ഉണ്ടാകുക കച്ചിക്കൂണെന്ന് പറഞ്ഞാൽ തീരെ ചെറുതാവും. അത് ഒരുപാടുണ്ടാവും പറ്റത്തോടെ. ഒരു പറ്റത്തോടെ ഇങ്ങനെ ഉണ്ടായി നീ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പറിച്ചാൽ അതിനെക്കാട്ടിലും ഗുണമുണ്ടായിരിക്കും. പിന്നെ പാവക്കൂണെന്ന് പറഞ്ഞാൽ ഈ ചില പുറ്റുകളും മരങ്ങളും ഉണ്ട്. അതിൻ്റെ ചുവട്ടിൽ ഒരു 5 എണ്ണം 10 എണ്ണം 2 എണ്ണം അങ്ങനെ അങ്ങോട്ട് ഉണ്ടാവുകയാണ്. നമ്മളൊരു സൈഡിൽ നിന്ന് പറിച്ചു പോയാൽ നമുക്ക് 10, 100 എണ്ണം ഒക്കെ കിട്ടും ഒരു ദിവസം. പിന്നെ അടുത്ത വേറെ കുമ്പളെന്ന് പറഞ്ഞാൽ അടുത്ത പേര് അങ്ങനത്തെ കുറച്ച് കൂണുകളുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ വലിയ കുമ്പളെന്ന് പറഞ്ഞത്, അതായത് ഒരു പാവക്കൂണാണ് സാധനം. അത് ഒരെണ്ണം ഉണ്ടാവും. വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു കൊടയുടെ അത്ര ഉണ്ടാവും ചില സ്ഥലത്തുണ്ടാകുന്ന. അത് അതിൻ്റെ നിറം എങ്ങനെയായിരിക്കും? നിറം അത് മെഗൾവശം ഒരു ബ്രൗൺ കളർ ആവും തോന്നുന്നു. അടിവശം നല്ല വെള്ള കളറാവും. അതിൻ്റെ കാലൊക്കെ വെള്ളയായിരിക്കോ? നിറം കാലൊക്കെ നല്ല വെള്ളയായിരിക്കും. അത് അടിയിലേക്ക് ഒരു ഇത്രയൊക്കെ താഴ്ചക്ക് കിട്ടും പറിച്ചെടുക്കുമ്പോൾ. അതിന്റെ കാലിന്റെ വണ്ണമൊക്കെ എന്ന് പറഞ്ഞാൽ കാലിൽ നല്ല വണ്ണമുള്ള കൂണുകൾ ഉണ്ടാവും, വണ്ണം കുറഞ്ഞതുണ്ടാവും. വണ്ണമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം 2 എണ്ണം മതി ഒരു കറിക്ക്. അത്രയും നല്ല മുഴുത്തതാവും. അപ്പോൾ അത്തരം കുമിളുകൾ ഇവിടെ ഈ മഴക്കാലത്ത് നമുക്ക് വന്നാൽ യഥേഷ്ടം ഇവിടുന്ന് പറിക്കാൻ സാധിക്കും. മഴക്കാലത്ത്. അതുപോലെ ഈ കാട്ടിൽ അട്ടയുണ്ട? അട്ടയില്ല. അട്ടയില്ല, അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഭയങ്കര ഉണക്കാണെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോ അപ്പോൾ ഈ മഴ അട്ടയോ അങ്ങനെയൊന്നുമില്ല. പന്നിയുണ്ട്, മയിലും. അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. എന്തായാലും ഈ കുമിള് ധാരാളം ഉണ്ടാകുന്ന സ്ഥലമാണ്. മഴക്കാലത്ത് എപ്പോഴും കുമിള് കിട്ടും. പിന്നെ അത് സ്ഥലം മാറി ആണ്. ഒരു സ്ഥലത്ത് തന്നെ മൊത്തം നിരന്നുണ്ടാവുകയല്ല. ഇന്ന് ഇവിടെ ഉണ്ടായ ചിലപ്പോൾ ഒരു നാളത്തെ കഴിഞ്ഞ് വേറൊരു സ്ഥലത്തായിരിക്കും ഉണ്ടാകും. പക്ഷെ ഉണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയാം. അങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്ക് മാറി കൂണുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് മഴ തീരുന്നിടം വരെ ഏറെക്കുറെ ഉണ്ടാകും. പക്ഷെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇവിടെ അതുപോലെ കർക്കിടക മാസത്തിലുണ്ടായി അങ്ങനെ തീരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ എന്തോ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ടാണെന്ന് തോന്നുന്നു, മഴക്കാലം തുടങ്ങിയ മഴ ഏറെക്കുറെ തീരുന്നിടം വരെ ഈ കൂണുകൾ എപ്പോഴും കുമിള് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് അറിഞ്ഞിട്ട് വേറെ എവിടെ നിന്നെങ്കിലുമൊക്കെ ആളുകൾ വന്ന് ശേഖരിക്കാറുണ്ടോ? ഇഷ്ടം പോലെ ബൈക്കിലും വണ്ടിയിലൊക്കെ കൂണുകൾ ഉണ്ടാകുന്ന സമയം നോക്കി അവർ വരും. അവർ പോകുമ്പോൾ ചാക്കിനകത്ത് 1 ചാക്ക് 2 ചാക്കൊക്കെ പറിച്ചിട്ടാണ് പോവുക. അപ്പം അതായത് കുമിളിന്റെ ഒരു കലവറയാണ് ഇവിടെ. അത് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഈ കൂണ് കൊണ്ടുപോയി 10 എണ്ണം 100 രൂപ എന്നൊക്കെ പറഞ്ഞ് സിറ്റി കൊണ്ട് ആളുകൾ കൊടുക്കും. ഇത് ധാരാളം ഇവിടെ കിട്ടിക്കഴിയുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. 2 ദിവസം ഒരു ദിവസത്തിൽ കൂടുതൽ ഇത് മൊത്തം കേടായി പോകും. അപ്പൊ ഇത് പിന്നെ ബൈക്കിലൊക്കെ കയറ്റി ആളുകൾ സിറ്റി കൊണ്ടുപോയിട്ട് 10 കാലിന് ഇത്ര എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്തൊഴിവാക്കും. സിറ്റിയിലുള്ള കുമിളുകൾ ധാരാളം മാസങ്ങളോളം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് ഉണ്ട്. 100 വർഷത്തിനൊക്കെ മേലെ പഴക്കമുള്ള അമ്പലമാണ്. അതുപോലെ അവിടെ വെള്ളം പറ്റാത്ത ചോലയുണ്ട്. അതെല്ലാം ഈ കാട്ടിലും ഫോറസ്റ്റിലും പെട്ടതാണ്. അമ്പലം പൊതുവായിട്ടുള്ളതാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ ഇത് ഇരുട്ടായി പോയി, അതുകൊണ്ട് ഉള്ള കാര്യമാണ്. എന്തായാലും ഇനി നല്ല പ്രകാശം ഉള്ള, അതായത് ഒരു പകൽ സമയത്ത് വരാൻ ശ്രമിക്കാം. ഇപ്പോൾ നേരം ഇരുട്ടിപ്പോയി, അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. ഇനിയും വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി. അപ്പോൾ താങ്ക് യു ചേട്ടാ. താങ്ക് യു.